എല്ലാവർക്കും ഒരിക്കൽ കൂടി PC ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ദുഃഖമാർന്ന ഒരു വിഷയമാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരെയും കരയിച്ചു കൊണ്ടിരിക്കുന്ന ഗാസയിലെ ഇസ്രായേലിൻ്റെ നരനായാട്ട്. പട്ടിണി സഹിക്കാൻ വയ്യാതെ ഒട്ടിയ വയറുമായി ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് വിളിച്ചു വരുത്തി ആ ഒട്ടിയ വയറിലേക്ക് ഒരു കരുണയുമില്ലാതെ ഒരു ദയയുമില്ലാതെ ആ ഒട്ടിയ വയറിലേക്ക് നിറയൊഴിക്കുന്ന ഇസ്രായേലിൻ്റെ ക്രൂരകൃത്യങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭരണാധികാരിയുടെ വിജയമല്ല, ഇത് ആ ഭരണാധികാരിയുടെ അധപ്പതനത്തിൻ്റെ തുടക്കമാണ്. ഇസ്രായേലിലെ ഭരണകൂടം വർഷങ്ങളായി മുസ്ലിം വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു മാധ്യമ സംവിധാനങ്ങളിലൂടെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലായിരിക്കും. കാരണം ഇതുപോലെ മനുഷ്യരെ കൊന്നെടുക്കുന്ന മറ്റൊരു ഭരണാധികാരിയും മറ്റൊരു രാജ്യവും ഈ ഭൂമുഖത്ത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പലസ്തീനിൽ തന്നെ ഗാസയിൽ പതിനായിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. ഇതിനൊക്കെ മറുപടി പറയിപ്പിക്കാതെ ഈ കാലം കടന്നു പോവില്ല എന്ന് വിശ്വസിക്കാം. ഏറ്റവും അപകടകാരിയായിട്ടുള്ള രാഷ്ട്രമെന്ന് പറയുന്നത് ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളോ മറ്റു രാഷ്ട്രങ്ങളോ അല്ല. ഏറ്റവും അപകടകാരികളായിട്ടുള്ള, ഏറ്റവും അക്രമകാരികളായിട്ടുള്ള, ഏറ്റവും ദുഷ്ടന്മാരായിട്ടുള്ള രാഷ്ട്രമെന്ന് പറയുന്നത് ഇസ്രായേലും അതിന് ഒത്താശ പാടുന്ന അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. അമേരിക്കയുടെ പൂർണ്ണ സഹായത്തോടെയും സാമ്പത്തിക സഹായത്തോടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരകൃത്യം അതിനെ തടയിടാൻ ഇവിടുത്തെ UN രക്ഷാസമിതിക്കോ മറ്റു സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിശേഷം. വെള്ളിയേട്ടൻ ചമയുന്ന അമേരിക്ക ഇവരെയൊന്നും വിലവെക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുകയോ ചെയ്യാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മറ്റൊന്ന്, എത്രയൊക്കെ മുസ്ലിങ്ങൾ പലസ്തീനിലും ഗാസയിലും ഇറാനിലും മരിച്ചു വീണിട്ട് പോലും കമാ എന്നൊരക്ഷരം മിണ്ടാൻ ധൈര്യപ്പെടാത്ത അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ മുസ്ലിം നാമധാരികളായതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഇതോടുകൂടി വന്നു കാണും. എന്തുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരും നേതാക്കന്മാരും ഇതിനെതിരെ ശബ്ദിക്കാത്തത് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിൽ എത്താത്തത് എന്നതിൻ്റെ കാരണം ഇവിടങ്ങളിലൊക്കെ അമേരിക്ക ശക്തമായി പിടിമുറുക്കി എന്നുള്ളതാണ്. എല്ലാ അറബ് രാജ്യങ്ങളിലും അമേരിക്കയുടെ വ്യോമത്താവളങ്ങളും മറ്റു സംവിധാനങ്ങളുമുണ്ട്. ഒന്ന് വിരലനക്കിയാൽ അമേരിക്കക്ക് ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ അറബ് രാജ്യങ്ങളിലും അമേരിക്ക ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാത്ത, ആഡംബരത്തിലും പണത്തിലും
മറ്റു സുഖജീവിതത്തിലും ആറാടുന്ന അറബ് രാജ്യത്തെ നേതാക്കന്മാരും രാജാക്കന്മാരും. ഇതിൻ്റെ ഭവിഷ്യത്ത് വരും കാലങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്ന മുസ്ലിം റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇറാനാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ സയാനിസ്റ്റുകളെയും അതിന് ഒത്താശ പാടി നടക്കുന്ന അമേരിക്കയെയും നിലക്ക് നിർത്താൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാനാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം കൺട്രി. വെടിനിർത്തലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ തുടരുമ്പോഴും ഗാസയിൽ ഇന്നും മരിച്ചു വീണു അനേകായിരം പിഞ്ചു കുഞ്ഞുങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം ആ പിഞ്ചുമക്കൾക്ക് വേണ്ടി, അവിടെ മരിച്ചു വീണ സഹോദരന്മാർക്ക് വേണ്ടി. ഇനിയും ഇത് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. കാരണം അവിടുത്തെ ജനങ്ങൾ അത്രത്തോളം സഹിക്കുന്നുണ്ട്. പട്ടിണി, ഒട്ടിയ വയറ്, വെറ്റിവിരണ്ട തൊണ്ട, മുറിഞ്ഞ ശരീരം, മരണത്തിന് കീഴടങ്ങാൻ പ്രാപ്തമായ മനസ്സുമായി അനേകായിരം പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും ഗാസയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ജീവനെങ്കിലും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉടയ തമ്പുരാനോട്.